ഇന്ന് നമ്മളിതേ സന്തോഷിച്ചുല്ലസിച്ച് എയർപോർട്ടിലേക്കാണ് കേട്ടോ യാത്ര. 2-3 വർഷങ്ങൾക്ക് ശേഷം ചേച്ചിയൊക്കെ നാട്ടിലേക്ക് വരാനായിട്ട് പോവാണ്. ചേച്ചിയൊക്കെ എന്ന് പറയാൻ പറ്റില്ല, ചേച്ചി മാത്രമാണ് വന്നിട്ട് 3 കൊല്ലമായത്. കുറേ നേരം അവരെ നോക്കിയതാ എയർപോർട്ടിലിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ടിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമുക്ക് കാണേണ്ട 4 പേരും എത്തിയിട്ടുണ്ട്. ഈ ചെറുതിനെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഭാഗ്യത്തിന് എനിക്ക് അവരുടെ തൊട്ടടുത്തുള്ള സീറ്റ് തന്നെയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിരുന്നതെന്ന് പറയുന്നതിലും നല്ലത് അവൻ എന്നെ പിടിച്ച് അവൻ്റെ അടുത്ത് ഇരുത്തി എന്ന് പറയാം. അപ്പോൾ ഫ്ലൈറ്റ് എടുത്ത സമയത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോ കഥയൊക്കെ പറഞ്ഞിരിപ്പായിരുന്നു. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ വാതോരാതെ എന്നോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മൊത്തം ഇംഗ്ലീഷിലാണ്, അത് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അധിക നേരമൊന്നും ഈ ഇരിപ്പും വർത്താനമൊന്നും നീണ്ടു നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാവരും തന്നെ ഉറങ്ങി. പുറത്തെ കാഴ്ചകളാണെങ്കിലോ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലും അതൊക്കെ നോക്കി തന്നെയാണ് ഇരുന്നത്. അധികം വൈകിയില്ല, അപ്പുറത്തിരുന്ന അമ്മയും കുഞ്ഞും അതുപോലെ തന്നെ കുഞ്ഞും എൻ്റെ മടിയിലേക്ക് കിടന്ന് നല്ല ഉറക്കമായി. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് മിണ്ടാനും പറയാനും ആരെയും കിട്ടാതായതോടെ പിന്നെ വേറൊന്നും നോക്കിയില്ല. പുറത്തെ കാഴ്ചകൾ തന്നെയായിരുന്നു ശരണം. അതൊക്കെ കണ്ട് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു.